സോദരരെ സല്യൂട്ട്. എറണാകുളം റേഞ്ചിൽ ഞാൻ DIG ആയി ചുമതലയേൽക്കുമ്പോൾ 17 പോലീസ് ജില്ലകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിരുന്നു. അതാണ് 4 റേഞ്ചുകളായിട്ട് വിഭജനം ചെയ്തത്. 14 റവന്യൂ ജില്ലകളിൽ എങ്ങനെ 17 പോലീസ് ജില്ലകൾ വന്നു എന്നല്ലേ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ ജില്ലകൾ സിറ്റിയും റൂറലുമായിട്ട് വിഭജിച്ചിട്ടാണ് 17 പോലീസ് ജില്ലകളായത്. അടുത്ത കാലത്ത്, ഇതൊരു 10 വർഷങ്ങൾക്ക് മുമ്പ്, തൃശ്ശൂരും കൊല്ലവും ഇതുപോലെ വിഭജിച്ച് അതും സിറ്റികളും റൂറലുമാക്കി മാറ്റിയതുകൊണ്ട് ഇപ്പോൾ 19 പോലീസ് ജില്ലകളാണുള്ളത്. വളരെ വലിയ ജില്ലകളായതുകൊണ്ട് അത് സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റിയും റൂറലുമായിട്ട് വ്യത്യാസം ഉള്ളത് കൊണ്ടുമാണ് അങ്ങനെ ആക്കിയത്. കൂടാതെ അത്രയധികം SP-മാരും ഉണ്ടാകും. പിന്നെ ഒരു പുതിയ പോലീസ് സംവിധാനങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കും. വലിയ ജില്ലകളിലാവുമ്പോൾ സിറ്റികളായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസിന് എല്ലായിടത്തും എത്താനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. കൂടാതെ സിറ്റിയിൽ പ്രത്യേകമായിട്ടുള്ള കൺട്രോൾ റൂം, വാഹനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ ലോ ആൻഡ് ഓർഡറും ട്രാഫിക്കും ഒക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. 4 ജില്ലകളായിരുന്നു തിരുവനന്തപുരം റേഞ്ചിലുണ്ടായിരുന്നത്. 4 ജില്ലകൾ വെച്ചാണ് തൃശ്ശൂരിലും കോഴിക്കോടിലും റേഞ്ചിലുണ്ടായിരുന്നത്. എറണാകുളം റേഞ്ചിൽ മാത്രം 5 ജില്ലകളായിരുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം സിറ്റിയും എറണാകുളം റൂറൽ. എറണാകുളം എന്ന് പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഹൈക്കോടതി അവിടെയാണുള്ളത്. അതുപോലെ വലിയ വാണിജ്യ കേന്ദ്രമാണ്. കേരളത്തിൻ്റെ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ചെയ്ത് ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. വാഹനങ്ങൾ ഒരുപാടുള്ളതാണ്. സിറ്റി എന്ന് പറയുന്നത് നല്ലപോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടും എറണാകുളത്തിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ട്, കായലും ഒക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട്. ഇടുക്കി ജില്ല എന്ന് പറയുന്നത് വളരെ മനോഹരമായ ജില്ലയാണ്. അതുപോലെ തന്നെയാണ് കോട്ടയം, ആലപ്പുഴ, എല്ലാം. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ജില്ലകളുള്ള വലിപ്പമുള്ള ഒരു റേഞ്ചായിരുന്നു എറണാകുളം റേഞ്ച്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ സംജാതമായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുക്കുമ്പോൾ ഒരു ശകലം പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഒരു 4-5 മർഡർ കേസുകൾ ഉണ്ടായിരുന്നു. കുറേ അധികം റോബറി കേസുകൾ, ഹൗസ് ബ്രേക്കിംഗ്, തെഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രാഫിക് ആക്സിഡൻറ്റ്സ് വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ പോലീസിന് വലിയ പേരൊന്നും ഇല്ലാതെ ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു. ഞാൻ ചെന്ന് ചാർജ് എടുത്തപ്പോൾ തന്നെ പത്രമാധ്യമക്കാർ മുംബൈ നഗരത്തെക്കാളും ഭീകരമായ മാഫിയകളും ഡോണുകളും അധോലോക കാര്യങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ് കൊച്ചി സിറ്റി. അതിലെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആദ്യമായി ഈ കേസുകൾ അന്വേഷിച്ച് അതിനൊരു തുമ്പ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സിറ്റി കേന്ദ്രീകരിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കാരണം മറ്റുള്ള ജില്ലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലെ എറണാകുളം സിറ്റിയെ പോലെ അങ്ങനെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് എന്നോടൊപ്പം തന്നെ സ്ഥലം മാറി വന്ന് ചാർജ് എടുത്ത SP ദിനേന്ദ്ര കശ്യപ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു കൊച്ചിയിൽ കമ്മീഷണറായിട്ട് പോസ്റ്റ് ചെയ്തത്. അദ്ദേഹം വളരെ വളരെ നല്ല ഒരു മിടുക്കനായിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ചർച്ച ചെയ്ത് പല പരിപാടികൾ വിഭാവന ചെയ്തു. കേരളത്തിൽ ഒരു ജനങ്ങളുമായി ചേർന്ന് പോലീസ് പ്രവർത്തിക്കുന്ന പദ്ധതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും വലുതായിട്ട് വിജയിച്ചിട്ടില്ല. ലോക്നാഥ് ബെഹ്റ സാർ ഇരുന്നപ്പോഴാണോ എന്നറിയില്ല, കമ്മീഷണറായിട്ട് ലോക്നാഥ് ബെഹ്റ സാർ ഒരുപാട് നാളവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഫ്രണ്ട്സ് ഓഫ് പോലീസ് എന്ന ഒരു രീതിയിൽ ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് സംവിധാനം കുറച്ചുകൂടെ കാര്യക്ഷമമായി നടത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം നല്ല യുവജനങ്ങളെ അവരിൽ നിന്നും അപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ച് അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുകയും അവരെ ഫ്രണ്ട്സ് ഓഫ് പോലീസായിട്ട് പ്രവർത്തിക്കാനായി ചുമതലപ്പെടുത്തുകയും സിറ്റിയിൽ ചെയ്തിരുന്നു. അവിടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സഹായിക്കുക, ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പോലീസിന് കൊടുക്കുക. ഏതെങ്കിലും വാണ്ടഡ് അക്യൂസ്ഡ് ഉണ്ടോ, എബ്സ്കോണ്ടിങ് ക്രിമിനൽസ് ഉണ്ടോ, പിന്നെ ഗുണ്ടകളുണ്ടോ, അവരെയൊക്കെ കുറിച്ചുള്ള വിവരം പോലീസിന് കാലോചിതമായിട്ട് നൽകുക. പിന്നെ അതുപോലെ ക്യൂ സിസ്റ്റം പാലിക്കാനായിട്ട് ബസ് സ്റ്റോപ്പുകളിൽ ഒരു സഹായം കൊടുക്കുക. ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പോലീസിനെ സഹായിക്കാനായി അവർക്കൊരു സപ്പോർട്ട് ഫ്രണ്ട്സ് ഓഫ് പോലീസ് കൊടുക്കുക. ബസ് സ്റ്റോപ്പുകളിൽ ക്യൂ പാലിക്കാനായിട്ടും
അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷ നടക്കുമ്പോൾ കുട്ടികളെ കയറ്റി വിടുന്നതിലും പരിശോധിക്കുന്നതിലും, ഏതെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലാപരിപാടികൾ ഉണ്ടായാൽ ജനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു സഹായം, തുണ കൊടുക്കുക എന്നൊക്കെയുള്ള രീതി വിഭാവന ചെയ്തിട്ടായിരുന്നു അങ്ങനെ തുടങ്ങിയത്. പക്ഷെ അവരത് ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള വലിയ പരാതികൾ ആ സമയം ഉണ്ടായിരുന്നു. അതായത് പ്രൈവറ്റ് ബസ്സുകളിൽ കയറിയിട്ട് ഞാൻ പോലീസാണ് എന്നും പറഞ്ഞ് ഈ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കാണിച്ചിട്ട് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക. ചിലപ്പോൾ അവർക്ക് ശത്രുതയുള്ള ആൾക്കാരുടെ പേരിൽ കള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിക്കുക, ഇടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള അവർ സ്വയം കൈകാര്യം ചെയ്യുക. ജനങ്ങളെ ഞാൻ പോലീസിൻ്റെ ആളാണ്, ഫ്രണ്ട്സ് ഓഫ് പോലീസിൻ്റെ ആളാണെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നിർത്തലാക്കേണ്ടി വന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ എന്തെങ്കിലും തുടങ്ങണം എന്ന് ഞാൻ ആദ്യമായിട്ട് കശ്യപിനോട് സജസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അവിടെ അന്ന് കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനകളും കാര്യമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷെ എറണാകുളത്ത് എർഡാക് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, എറണാകുളം ഡിസ്ട്രിക്ട് റെസിഡൻസ് കൗൺസിലോ കമ്മിറ്റിയോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ചീഫായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ഞങ്ങൾ പ്രൈഡ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നു. അതായത് പോലീസ് റെസിഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ ഡിസ്ട്രിക്ട് എറണാകുളം എന്നതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് പ്രൈഡ് എന്ന ഒരു വാക്കിൽ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസുകാരുമായിട്ട് ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും എല്ലാ ശനിയാഴ്ചയും രാവിലെ 2 മണിക്കൂർ ആംഡ് റിസർവ്ഡ് ക്യാമ്പിൽ, സിറ്റിയിലുള്ള ആംഡ് റിസർവ് ക്യാമ്പിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തുകയും അതിനകത്ത് റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർക്കും റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും പറയാനുള്ള പരാതികൾ മുഴുവനും ക്ഷമാപൂർവ്വം കേട്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവരുടെ സപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു. അത് മുടങ്ങാതെ നടത്തി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം റെസിഡൻസ് അസോസിയേഷൻ്റെ സപ്പോർട്ട് കിട്ടിയപ്പോൾ പോലീസ് കുറച്ചും കൂടെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പോലീസിൻ്റെ ബീറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നടന്നുകൊണ്ടോ അത് കൊല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നോ അതൊരു ഡ്യൂട്ടി ആയിട്ട് എല്ലാവർക്കും ഇട്ടുകൊടുക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ കാൽനടയായോ അല്ലെങ്കിൽ വാഹനങ്ങളിലോ സൈക്കിളിലോ ജീപ്പിലോ ഒക്കെ പോയി എല്ലാ വീടുകളിലും പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ച് അവിടെ രാത്രി മുഴുവനും സ്വസ്ഥമാണ് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു പദ്ധതിയാണ് ബീറ്റ് എന്ന് പറയുന്നത്. അത് രാത്രി മാത്രമല്ല കാലത്തും ബീറ്റിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതായത് പോലീസ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്ന ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതിനോടൊപ്പം ഒളിവിൽ കഴിയുന്ന ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടോ, അതുപോലെ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള പ്രതികളുണ്ടോ, വാറന്റ് ഉള്ള ആൾക്കാർ എവിടെയെങ്കിലും സ്ഥലത്ത് വന്നിട്ടുണ്ടോ, സമൺസും വാറന്റും ഒക്കെ കിട്ടുമ്പോൾ ഒളിച്ച് നടക്കും, അവർ കൈപ്പറ്റാതെ ഇരിക്കും. അങ്ങനെ വാറന്റ് പ്രതികൾ എന്ന് പറയുന്നത് ഉണ്ടോ, ഒരു പെറ്റീഷൻ അന്വേഷണത്തിന് വേണ്ടി വിളിച്ചിട്ട് വരാത്തവർ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും പ്രശ്നമുണ്ടോ, പൂവാല ശല്യം ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പറ്റിയ ഒരു കാര്യമായിരുന്നു ബീറ്റ് സിസ്റ്റം. ഫലപ്രദമായിട്ട് നടത്തിയാൽ പോലീസിന് അത് മാത്രം മതി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ. ബീറ്റ് വെച്ചുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ല. പിന്നീടാണ് അന്ന് ജനമൈത്രി ഒന്നും വന്നിട്ടില്ല. ഇതിന് ജനമൈത്രിയുടെ മുന്നോടിയായിട്ട് നടത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ പ്രൈഡിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ വളരെ വലിയ ഒരുപാട് പരിപാടികൾ നടത്തി. മീറ്റിങ്ങുകൾ, ചർച്ചകൾ, ഡിസ്കഷൻസ്, സെമിനാർ, ഒരു ചെറിയ ലഘുലേഖ പോലെ പോലീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പബ്ലിഷ് ചെയ്ത് വിതരണം ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന കാര്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് പോലീസിനെ സഹായിക്കാനാകും, പിന്നെ പോലീസിനുള്ള എല്ലാ ഓഫീസേഴ്സിൻ്റെയും ഫോൺ നമ്പറും എങ്ങനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ളതും അവരുടെ അഡ്രസ്സും. ആ സമയത്ത് ഇമെയിൽ തുടങ്ങിയിരുന്ന സമയമാണ്. അതുകൊണ്ട് ഇമെയിലുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ ചെറിയ ലഘുലേഖകൾ തയ്യാറാക്കി അത് റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും ഒക്കെ വയ്ക്കുകയും അത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുകയും, പരാതി പെട്ടികൾ റോഡ് മുഴുവൻ സ്ഥാപിക്കുകയും, കമേഴ്സ്യലായിട്ടുള്ള, അതായത് ഈ അവിടെയുള്ള ഒരു കമേഴ്സ്യൽ സ്ഥാപനങ്ങളുണ്ടല്ലോ അതിൻ്റെ തന്നെ അസോസിയേഷൻ ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ഫണ്ടുകളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് എങ്ങനെ ഫലപ്രദമായിട്ട് ക്യാമറ സർവൈലൻസ് നടപ്പിലാക്കിയെടുക്കാം, ട്രാഫിക് എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും, യുവജനങ്ങളെ, അതാണ് ഏറ്റവും വലുതായിട്ട് ഞങ്ങൾ ചെയ്ത പ്രൈഡിൻ്റെ കീഴിൽ ചെയ്ത കാര്യം, യുവജനങ്ങളെ എങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അവർക്കെങ്ങനെ അവരെ കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് എങ്ങനെ രാത്രികാല പെട്രോളിങ് ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ DGP തന്നെ സജസ്റ്റ് ചെയ്ത നെയ്ബർഹുഡ് വാച്ച് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കീം
UK-യിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. നെയ്ബർഹുഡ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആൾക്കാർ തന്നെ അവരുടെ ചുറ്റുപാടുമുള്ള അയൽക്കാരുമായിട്ട് നല്ല പരിചയം സ്ഥാപിച്ചെടുക്കുക, അവരുമായി നിരന്തരം ഇടപഴകുമ്പോൾ പുതിയതായിട്ട് അവിടെ താമസിക്കാൻ വരുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ നെയ്ബർഹുഡ് വാച്ച് സ്കീം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു വലിയ കേസ് തെളിഞ്ഞു. കേരളത്തിൽ മൊത്തം അൺഡിറ്റക്റ്റഡ് ആയിട്ട് കിടക്കുന്ന വാഹന മോഷണ കേസ് പരമ്പര ഇപ്പം കേരളത്തിലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് എറണാകുളത്തെ എല്ലാം ഫ്ലാറ്റ് ആണല്ലോ. ഒരു സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫ്ലാറ്റുകൾ ഒരുപാട്, അപ്പാർട്ട്മെന്റ്സ് ഒരുപാട് പൊങ്ങി വരുമ്പോഴാണ് അത് വികസനം എന്ന് ചിന്തിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. നല്ല രീതിയിൽ വീടുകളായിട്ട് ഇരുന്നിരുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം ഉണ്ടായപ്പോൾ ഫ്ലാറ്റ് സിസ്റ്റം വന്നപ്പോൾ അത് പിന്നെ എന്താണ് ബീഹൈവ്, തേനീച്ചക്കൂട് പോലെയുള്ള കൊച്ചു 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 അപ്പാർട്ട്മെന്റ്സ് ഇങ്ങനെ തുരുതുരാന്നുള്ളൊരു വലിയ കെട്ടിടം ഇങ്ങനെ പെട്ടിക്കമത്തി വെച്ചതുപോലെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് പിന്നീടാണെന്ന് തോന്നുന്നു. അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾ ആരാണെന്ന് പോലും അറിയാത്തത്. കൂടാതെ ഇപ്പം മൊബൈൽ ഫോണുകളിൽ എല്ലാവരും ഇങ്ങനെ അഡിക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ അതും നോക്കിക്കൊണ്ടിരിക്കൽ, അല്ലാതെ അടുത്ത വീട്ടിൽ കൂടെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ഒന്നും നോക്കാൻ ആർക്കും സമയമില്ല. പക്ഷെ ആ സമയത്ത് അങ്ങനെ കുറച്ചും കൂടെ സൗഹൃദപരമായ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷനിലുള്ള ആൾക്കാർ അവരുടെ അടഞ്ഞു കിടന്നിരുന്ന അടുത്ത വീട്ടിലുള്ള പുതിയൊരു വീട്ടിലൊരാൾ വാടകക്കാർ താമസിക്കാൻ വന്നു. ആ വാടകക്കാരൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ സുഹൃത്തുക്കൾ ഇടയ്ക്കിടയ്ക്ക് വരും, 1 or 2 പെണ്ണുങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഒരു ഫാമിലി ആണെന്ന് തോന്നാത്ത രീതിയിലായിരുന്നു അവരുടെ വരവും പോക്കും ഒക്കെ. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ആളുകൾ നോട്ടീസ് ചെയ്തത് ഓരോ പ്രാവശ്യം അവർ വരുന്നതും ഓരോരോ കാറുകളിലാണ്, പുതിയ പുതിയ വലിയ വലിയ കാറുകളിലാണ് വരുന്നത്. ആ കാറ് കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവരത് പോവും, പിന്നെ അത് വീണ്ടും പാർക്ക് ചെയ്യും, വേറൊരു കാറ് കൊണ്ടുവരും, പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കാർ, അങ്ങനെ പല പല കാറുകൾ വരാൻ തുടങ്ങിയപ്പോൾ അവർ സംശയം തോന്നി പോലീസിനെ വിവരം അറിയിച്ച് ഇവരുമായിട്ട് നെയ്ബേഴ്സുമായിട്ടും അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരുമായിട്ടും ഒന്നും വലിയ സൗഹൃദം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നില്ല കൃത്യമായിട്ട്. അങ്ങനെയുള്ള ഒരുപാട് സംശയം വന്നപ്പോൾ പോലീസിനെ അറിയിച്ചപ്പോൾ പോലീസ് പോയി ഇവരെ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു വലിയ വാഹന മോഷ്ടാക്കളുടെ സംഘമായിരുന്നു അത്, അതിൻ്റെ പുറകിലുള്ള ഗ്രൂപ്പായിരുന്നു. അപ്പോൾ വേറെ സംഘം വെളിയിലുണ്ട്. ഇവർ ചെയ്യുന്നത് മോഷ്ടിച്ച വാഹനങ്ങൾ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ RC ബുക്കും പ്ലേറ്റും ഒക്കെ മാറ്റി അതിനകത്ത് അഴിമതിയൊക്കെ ഉണ്ട്, എന്നിട്ട് അത് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പം അങ്ങനെ ഒരുപാട് വാഹന മോഷണ കേസുകൾ തെളിഞ്ഞത് ഈ നെയ്ബർഹുഡ് വാച്ച് സ്കീം എന്ന് പറയുന്ന നമ്മുടെ അയൽക്കാരെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തതിൽ പിന്നീടാണ് എന്ന് ഞാൻ പല റെസിഡൻസ് അസോസിയേഷനുകളിൽ പോയിട്ടും പറയാറുണ്ട്. നല്ല രീതിയിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് രാത്രി മുഴുവനും കോമ്പിംഗ് ഓപ്പറേഷൻ 1 ആഴ്ച 2 ആഴ്ച നിരന്തരം നടത്തി ടീമുകളെ ഇട്ടിട്ട്. കോമ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചീപ്പ് വെച്ചിട്ട് ചീകി എടുക്കുന്നത് പോലെയാണ്. എല്ലായിടവും നമ്മൾ സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലും പോയി നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ ചീകി എടുത്ത് കാണുന്ന അസന്മാർഗിക പ്രവൃത്തികളും പരിപാടികളും ഒക്കെ നിർത്തലാക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കേസുകൾ, മയക്കുമരുന്നിൻ്റെ കേസുകൾ, സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ കേസുകൾ, കുട്ടികളെ കൊണ്ട് ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു, അവരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ തമ്പ് കെട്ടി പാലങ്ങളുടെ അടിയിലൊക്കെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പിടിച്ച് ഞങ്ങൾ ഐഡൻറ്റിഫിക്കേഷൻ എടുത്ത് അന്ന് ആധാറൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും ഓരോ ID കാർഡ് വെച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്ത് ഫോട്ടോ എടുത്ത് അവരുടെ അഡ്രസ്സ് എടുത്ത് അവരുടെ തമ്പ് ഇംപ്രഷനൊക്കെ എടുത്തിട്ട് വിടുമ്പോൾ അവർ പേടിക്കും. പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അവരൊന്നും അവിടെ കാണാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ സംശയകരമായിട്ട് കാണുന്ന രാത്രി 12-1 മണിക്ക് ശേഷം സംശയകരമായിട്ട് കാണുന്ന ആളുകളെ എല്ലാവരെയും പിടിച്ച് പരിശോധിച്ചപ്പോൾ പലരുടെ കയ്യിൽ നിന്നും ഈ ആയുധങ്ങൾ കിട്ടി. ഗുണ്ടാസംഘങ്ങൾ ഇങ്ങനെ വെട്ടുകത്തി, പാര എന്നൊക്കെ പറയുന്ന കുറേ ആയുധങ്ങൾ ഒക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് കേസുകൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ സിറ്റി പെട്ടെന്ന് ടപ്പെന്ന് പറഞ്ഞ് ക്രൈം അങ്ങ് കുറയാൻ തുടങ്ങി. പ്രിവെൻറ്റീവ് ആക്ഷനിലൂടെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തടയുന്നതിലൂടെ, കുറ്റകൃത്യം തടയുന്നതിലൂടെ കുറ്റകൃത്യം ഉണ്ടാകുന്നത് ഒരുപാട് കുറയുകയും ഒരു സമാധാന അന്തരീക്ഷം പെട്ടെന്ന് നിലവിൽ വരികയും ചെയ്തു. പക്ഷേ എന്നാലും തെളിയാതെ കിടന്നിരുന്ന മർഡർ കേസുകൾ കുറച്ച് വലച്ചായിരുന്നു. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഞാനൊരു ടീം ഓഫ് ഓഫീസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളെങ്ങനെ അന്വേഷണം ആരംഭിച്ചു. അതിനകത്തെ കേസുകളെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കേസുകളായിരുന്നു ഓരോന്നും. ഒരു കേസിനകത്ത് ഒരു വലിയ സീനിയർ ആയിട്ടുള്ളൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ അമ്മ, കുറച്ച് പ്രായമായ 75-76 വയസ്സുള്ള ഒരു സ്ത്രീ, വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീ വളഞ്ഞമ്പലത്ത് താമസിക്കുമ്പോൾ
നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു ലേഡിയായിരുന്നു. അപ്പം അങ്ങനെ അവർ പകൽ എന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞുള്ള ഒരു സമയത്ത് മകൻ എവിടെയോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്മ ഇങ്ങനെ ചോരയെ കുളിച്ച് കിടക്കുന്നത് കണ്ടു. അങ്ങനെ കൊന്നിട്ട് ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതിനെ മർഡർ ഫോർ ഗെയിൻ എന്നാണ് പറയുന്നത്. മർഡർ തന്നെ പല തരത്തിലുള്ളതുണ്ട്. സെക്ഷൻ 300 തൊട്ട് 310 വരെയുള്ള, 10 എന്ന് പറയുന്നത് തഗ്ഗാണ്, അതിന് മുമ്പായിട്ട് 9 വരെയുള്ള സെക്ഷൻസ് എല്ലാം പല പല തരത്തിലുള്ള മർഡറാണ്. ഹോമിസൈഡ് എന്താണ്, മർഡർ നോട്ട്, ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്താണ്, മർഡർ ഫോർ ഗെയിൻ എന്താണ്, നെഗ്ലിജൻസിനുണ്ടാകുന്ന മർഡർ എന്താണ്. അപ്പോൾ കൊലപാതകങ്ങൾ തന്നെ പല തരത്തിലും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 302 ആണ് നമ്മൾ സാധാരണ കൊലപാതകം, മർഡർ ഫോർ ഗെയിൻ എന്നൊക്കെ പറയുന്നത്. എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കരുതി കൂട്ടിയിരുന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കൊലപാതകത്തെയാണ് മർഡർ ഫോർ ഗെയിൻ എന്ന് വിളിക്കാറുള്ളത്. മറ്റ് മർഡറുകളും പ്രധാനപ്പെട്ട മർഡർ തന്നെ, പക്ഷേ എന്നാലും നമ്മുടെ വ്യാഖ്യാനത്തിലും അന്വേഷണ രീതിയിലും ഒക്കെ വ്യത്യാസമുണ്ട്. മർഡർ ഫോർ ഗെയിൻ വളരെ സീരിയസ് ഒരു ഒഫൻസാണ്. ആ കേസ് തെളിയാതെ കിടന്നത് വളരെയധികം എല്ലാവരെയും പരിഭ്രാന്തിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ടീം ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് അന്വേഷണം നടത്തി, ഓർമ്മയുണ്ട്. അതിനുശേഷം വേറൊരു കേസിനകത്ത് ഒരു പ്രായമായ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വീട് കയറി തല്ലിപ്പൊളിച്ചോ അങ്ങാണ്ട് വീട്ടിനകത്ത് കയറി തടിക്കഷ്ണം വെച്ച് രണ്ടുപേരുടെയും തലയിൽ അടിച്ച ശേഷം അവരുടെ വീട്ടിൽ കിടന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയ രണ്ടുപേരും മരിച്ചുപോയി. പിന്നെ വേറൊരു കേസിനകത്ത് ഒരു സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി അവരെ, അതും പകൽ സമയമായിരുന്നു, അവരെ ഇങ്ങനെ ഒരു കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മണ്ണെണ്ണ ഒഴിച്ച് അവരെ കത്തിച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്നിട്ടൊക്കെ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. വേറൊരു കേസിനകത്ത് ഒരു അമ്പലത്തിലെ ട്രസ്റ്റി ആയിട്ടുള്ള, ഭാരവാഹിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ കുറച്ച് പൈസ, അവരുടെ അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിരിക്കും എന്ന് വിചാരിച്ച് ആയിരിക്കണം, പക്ഷേ ആ പൈസ ഒട്ടും പോയിട്ടില്ല. അവരുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ. പൈസ അവർ ഒളിച്ച് വെച്ചിരുന്നത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലത്തായിരുന്നു വീട്ടിൽ. അത് പോയിട്ടില്ലായിരുന്നു. അതോ അമ്പലത്തിലെ ദൈവം കാത്തതാണോന്ന് അറിയില്ല, പക്ഷെ അവരുടെ ജീവൻ പോയി, അവരുടെ ശരീരത്തിൽ നിന്നുള്ള ആഭരണങ്ങളും ഒക്കെ പോയി. അങ്ങനെയുള്ള കേസുകളൊന്നും തെളിയാതെ കിടന്നത് കുറച്ച് പ്രയാസമായിട്ട് തോന്നി. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും, കുറേ പേരെ പിടിച്ച് സംശയത്തിൻ്റെ പേരിൽ പിടിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഞാൻ ഈ 3-ാം മുറയിലൊന്നും വിശ്വസിക്കാത്തത് കൊണ്ട് അതൊക്കെ കർശനമായിട്ട് തടഞ്ഞുകൊണ്ടായിരുന്നു അന്വേഷണം പോയത്. അപ്പോൾ അപ്പോഴേക്കും DGPയുടെ ഒരു പുതിയ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. 3 മാസത്തോളം അന്വേഷണം ഒരിടത്തും എത്താതെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട കേസുകളെല്ലാം ക്രൈംബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ 4 മർഡർ കേസുകളും ക്രൈംബ്രാഞ്ച് എടുത്തുകൊണ്ട് പോയി, അന്വേഷണം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതും ഒരു ലോക്കൽ പോലീസിന് അതൊരു വലിയ സമാധാനമായി. പക്ഷെ അതിൻ്റെ വേറൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ കൊല്ലപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡിറ്റക്ട് ചെയ്യുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു ചെറിയ കേസാണ്. അതൊരു വലിയ പണമുള്ള വീടൊന്നുമല്ല. ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ കഴുത്തിലൂടെ തോർത്തിട്ട് മുറുക്കി റേപ്പെന്നല്ല, ഒരു പ്രായമായ സ്ത്രീയാണ്. അപ്പോൾ കൊന്നിട്ട് അവരുടെ വസ്ത്രം ഒക്കെ മാറ്റി ശരീരം നഗ്നമാക്കി ഇട്ടിട്ട് തോർത്ത് വെച്ച് ഉടുത്തിരുന്ന മുണ്ട് വെച്ച് കാലൊക്കെ കെട്ടി അവിടെ മുഴുവൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പോയ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം അത് എന്തിനാണ് കൊന്നത്, ഒന്നും മോഷണം പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ വീട്ടിൽ കുറച്ച് കാശും സ്വർണവും ഉണ്ടായിരുന്നത് മോഷണം പോയി എന്ന് മകള് ദൂരെ നിന്ന് വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ ആ പ്രതിയെ ഞങ്ങൾ പിടിച്ചിട്ട് ആ കേസ് ഡിറ്റക്ഷൻ ആയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉഷാറായിട്ട് ആദ്യം ചെയ്തത് കൊണ്ട് സിറ്റിയുടെ കാര്യം കശ്യപിനെ അങ്ങ് ഞാൻ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം അത് നല്ലപോലെ മാനേജ് ചെയ്തു. പൊതുവേ കാര്യങ്ങളൊക്കെ ശാന്തമായി റേഞ്ചിൽ പോയെങ്കിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയം ഉണ്ടായി. ഒരു വലിയ ലാൻഡ് സ്ലൈഡ് ഇടുക്കിയിലുണ്ടായി, പേമാരിയിൽ വലിയ സുനാമി ഉണ്ടായതും ഞാൻ അവിടെ DIG ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. കായംകുളം സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതിൻ്റെ കഥ ഞാൻ പറയാം. പിന്നീട് കിളിരൂർ കേസ് അവിടെ DIG ആയിട്ടിരിക്കുമ്പോൾ ഉണ്ടായ കാര്യമാണ്. രാഹുൽ എന്ന് പറയുന്ന 5 വയസ്സുകാരൻ കാണാതായ സംഭവം, അതുപോലെയുള്ള ഒരുപാട് സെൻസേഷണലായിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ ഞാൻ ഓരോരോ എപ്പിസോഡായിട്ട് വഴിയെ താമസിയാതെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സസ്നേഹം, ശ്രീലേഖ.